നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ, പാല. ഇന്ന് 2024 മാർച്ച് 5 ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന വാർത്തകൾ: ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്കും നീറ്റ് എഴുതാം, സുപ്രീം കോടതി. ഇങ്ങനെ പഠിച്ചാൽ CUET സിമ്പിളാക്കാം. ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ മലയാള മനോരമ പത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജിൽ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്ന ഹെഡിങ് ഇതാണ്: ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികളും നീറ്റ് എഴുതാൻ യോഗ്യർ, സുപ്രീം കോടതി. CBSEയോ സ്കൂൾ വിദ്യാഭ്യാസ ബോർഡോ അംഗീകരിച്ച ഓപ്പൺ സ്കൂളുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾ മെഡിക്കൽ UG പ്രവേശന പരീക്ഷ എഴുതാൻ യോഗ്യരാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയ്ക്കുള്ള യോഗ്യതയ്ക്കായി ഇത്തരം ഓപ്പൺ സ്കൂളുകളെ ദേശീയ മെഡിക്കൽ കമ്മീഷനും അംഗീകരിക്കണമെന്ന് ജസ്റ്റിസ് സജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. പഴയ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മെഡിക്കൽ ബിരുദ ചട്ടപ്രകാരം ഓപ്പൺ സ്കൂളുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് നീറ്റ് എഴുതാനുള്ള യോഗ്യതയില്ല. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി 2018 ഡൽഹി ഹൈക്കോടതി ഈ വ്യവസ്ഥ റദ്ദാക്കിയിരുന്നു. ഇനി മറ്റൊരു വാർത്ത മലയാള മനോരമയുടെ 11ാമത്തെ പേജിൽ കരിയർ ഗുരു കോളത്തിൽ കൊടുത്തിരിക്കുന്നു. വലിയ ഹെഡിങ്ങോടുകൂടി കൊടുത്തിരിക്കുകയാണ്: ഇങ്ങനെ പഠിച്ചാൽ CUET ഇനി സിമ്പിളാക്കാം. CUET UG മെയ് 15 മുതൽ. പുതിയ പരീക്ഷാ രീതി അനുസരിച്ച് തയ്യാറെടുപ്പിനുള്ള ചില ടിപ്സുകൾ. രാജ്യത്ത് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പ്രവേശന പരീക്ഷകളിലൊന്നാണ് CUET UG. കേന്ദ്ര സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള മികച്ച സ്ഥാപനങ്ങളിൽ ബിരുദ പ്രവേശനത്തിനുള്ള ദേശീയതല എൻട്രൻസ് പരീക്ഷ. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തിരഞ്ഞെടുക്കാവുന്ന വിഷയങ്ങളുടെ എണ്ണത്തിലും പരീക്ഷാ രീതിയിലും മാറ്റങ്ങളോടെയാണ് ഇത്തവണ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ മൊത്തം 10 പേപ്പറുകൾ തിരഞ്ഞെടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇക്കുറി ജനറൽ ടെസ്റ്റ് ഉൾപ്പെടെ പരമാവധി 6 പേപ്പറുകൾ മാത്രമാണ് തിരഞ്ഞെടുക്കാവുന്നത്. മുൻ വർഷങ്ങളിൽ കമ്പ്യൂട്ടർ ടെസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഇക്കുറി ഏറ്റവും അധികം അപേക്ഷകരുള്ള പേപ്പറുകൾക്ക് പെൻ പേപ്പർ രീതിയാണ് അവലംബിക്കുന്നത്. ഇനി കണക്ക് മുഖ്യം, ചോദ്യരീതി അറിയണം, അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ വ്യത്യസ്തമായ തലക്കെട്ടോടുകൂടി ഈ പരീക്ഷാ രീതിയെക്കുറിച്ചുള്ള കൃത്യമായ അപഗ്രഥനമാണ് മലയാള മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പൊതുവിജ്ഞാനം, കറണ്ട് അഫയേഴ്സ്, ജനറൽ മെൻ്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിംഗ് എന്നിവയാണ് ജനറൽ ടെസ്റ്റിൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 60 ചോദ്യങ്ങളിൽ 50 എണ്ണത്തിന് ഉത്തരം നൽകണം. പൊതുവിജ്ഞാനത്തിൽ എല്ലാ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടാകും. സയൻസ്, ഹ്യൂമാനിറ്റീസ്, ഇക്കണോമിക്സ് തുടങ്ങിയ വിദ്യാഭ്യാസ ഭാഗങ്ങളിൽ നിന്നെല്ലാം പൊതുവിജ്ഞാനത്തിൽ എല്ലാ മേഖലകളിൽ നിന്നും ചോദ്യമുണ്ടാകും. സയൻസ്, ഹ്യൂമാനിറ്റീസ്, ഇക്കണോമിക്സ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നെല്ലാം ചോദ്യം വരാം. പ്രധാന ദിനങ്ങൾ, പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാർത്തയിൽ ഇടം പിടിച്ച സ്ഥലങ്ങൾ തുടങ്ങിയവ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിക്കാം. പത്രം വായിക്കുമ്പോൾ കിട്ടുന്ന ഇത്തരം കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചു വയ്ക്കണം. കൂടാതെ ജനറൽ ടെസ്റ്റിൽ ഏറ്റവും പ്രധാനം അടിസ്ഥാന ഗണിതം ഉൾപ്പെടുന്ന റീസണിംഗ്, ന്യൂമറിക്കൽ എബിലിറ്റി ഭാഗങ്ങളാണ് ഇവയെല്ലാം. കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങൾ CUETയുടെ വെബ്സൈറ്റിലുണ്ട്. ഇവ പരിശോധിച്ച് ടൈം മാനേജ്മെന്റ് ശീലിക്കുക. ചോദ്യരീതി മനസ്സിലാക്കാനും ഇവ സഹായിക്കും. ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് CUET പരീക്ഷയെ പറ്റിയുള്ള മലയാള മനോരമയുടെ റിപ്പോർട്ട് ഏറെ പ്രയോജനകരമാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.